ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. പ്രഭാഷകൻ 38-ാം അധ്യായത്തിൽ ആരെ ബഹുമാനിക്കുക എന്നാണ് പറയുന്നത്? എ. കർത്താവിനെ, ബി. വൈദ്യനെ, സി. മഹാന്മാരെ, ഡി. ദൈവത്തെ. ഉത്തരം ബി. വൈദ്യനെ. ചോദ്യം 2. വൈദ്യൻ്റെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? എ. ദൈവത്തിൽ നിന്ന്, ബി. കർത്താവിൽ നിന്ന്, സി. രാജാവിൽ നിന്ന്, ഡി. അത്യുന്നതനിൽ നിന്ന്. ഉത്തരം ഡി. അത്യുന്നതനിൽ നിന്ന്. ചോദ്യം 3. വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്ത്? എ. വൈഭവം, ബി. ജ്ഞാനം, സി. ഔഷധങ്ങൾ, ഡി. ദൈവഭക്തി. ഉത്തരം എ. വൈഭവം. ചോദ്യം 4. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. എന്തിന്? എ. വൈദ്യനെ, ബി. ജ്ഞാനത്തെ, സി. ഔഷധങ്ങളെ, ഡി. രോഗങ്ങളെ. ഉത്തരം സി. ഔഷധങ്ങളെ. ചോദ്യം 5. കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ചാണ് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയത്? എ. ഔഷധങ്ങൾ, ബി. തടിക്കഷണം, സി. ജ്ഞാനം, ഡി. കരുണ. ഉത്തരം ബി. തടിക്കഷണം. ചോദ്യം 6. മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് നൽകിയതെന്ത്? എ. സിദ്ധികൾ, ബി. ജ്ഞാനം, സി. വൈദ്യനെ, ഡി. രോഗങ്ങളും വേദനയും. ഉത്തരം എ. സിദ്ധികൾ. ചോദ്യം 7. രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ ചെയ്യേണ്ടതെന്ത്? എ. കർത്താവിനോട് പ്രാർത്ഥിക്കണം, ബി. വൈദ്യനെ കാണണം, സി. ഔഷധങ്ങൾ ഉപയോഗിക്കണം, ഡി. പാപങ്ങൾ ഉപേക്ഷിക്കണം. ഉത്തരം എ. കർത്താവിനോട് പ്രാർത്ഥിക്കണം. ചോദ്യം 8. രോഗം സുഖപ്പെടുമ്പോൾ സ്മരണാംശമായി സമർപ്പിക്കേണ്ടത് എന്ത്? എ. കൃതജ്ഞതാബലിയും നേർത്ത മാവും, ബി. ധാന്യബലിയും നേർത്ത മാവും, സി. സുരഭിലബലിയും നേർത്ത മാവും, ഡി. ദഹനബലിയും നേർത്ത മാവും. ഉത്തരം സി. സുരഭിലബലിയും നേർത്ത മാവും. ചോദ്യം 9. കഴിവിനൊത്ത് എണ്ണ പകരേണ്ടത് എന്തിൽ? എ. കാഴ്ചവസ്തുക്കളിൽ, ബി. ബലിവസ്തുക്കളിൽ, സി. ബലിപീഠത്തിൽ, ഡി. നേർത്ത മാവിൽ. ഉത്തരം എ. കാഴ്ചവസ്തുക്കളിൽ. ചോദ്യം 10. മരിച്ചവനെ ഓർത്ത് എന്തുകൊണ്ട് എന്നതുപോലെയാണ് വിലപിക്കേണ്ടത്? എ. ഹൃദയവേദന, ബി. തീവ്ര ദുഃഖം, സി. കഠിനവേദന, ഡി. ഹൃദയഭാരം. ഉത്തരം സി. കഠിനവേദന. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 11. മരണത്തിൽ കലാശിക്കുന്നതെന്ത്? എ. ജീവിതം, ബി. ദുഃഖം, സി. രോഗം, ഡി. ഹൃദയവേദന. ഉത്തരം ബി. ദുഃഖം. ചോദ്യം 12. ദരിദ്രൻ്റെ ജീവിതം എന്ത് നിറഞ്ഞതാണ്? എ. കയ്പ്, ബി. ദുഃഖം, സി. വേദന, ഡി. ഹൃദയഭാരം. ഉത്തരം ഡി. ഹൃദയഭാരം. ചോദ്യം 13. പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എ. അത്യുന്നതനെ, ബി. ജോലിയെ, സി. വിശ്രമത്തെ, ഡി. വൈഭവത്തെ. ഉത്തരം സി. വിശ്രമത്തെ. ചോദ്യം 14. എന്ത് ഒഴിഞ്ഞാലാണ് ജ്ഞാനം ലഭിക്കുന്നത്? എ. ജോലി, ബി. ഉത്കണ്ഠ, സി. ആകുലത, ഡി. വ്യഗ്രത. ഉത്തരം ഡി. വ്യഗ്രത. ചോദ്യം 15. ഉല ഊതുന്നതാര്? എ. കൊത്തുപണിക്കാരൻ, ബി. ഇരുമ്പ് പണിക്കാരൻ, സി. കരവേല വിദഗ്ധൻ, ഡി. കൃഷിക്കാരൻ. ഉത്തരം ബി. ഇരുമ്പ് പണിക്കാരൻ. ചോദ്യം 16. ആരുടെ പ്രയത്നമാണ് എണ്ണം നോക്കി നിർണയിക്കുന്നത്? എ. ഇരുമ്പ് പണിക്കാരൻ്റെ, ബി. കുശവൻ്റെ, സി. കൃഷിക്കാരൻ്റെ, ഡി. കൊത്തുപണിക്കാരൻ്റെ. ഉത്തരം
ബി. കുശവൻ്റെ. ചോദ്യം 17. കരവിരുതിനെ ആശ്രയിച്ച് താന്താങ്ങളുടെ തൊഴിൽ സമർത്ഥരായവരുടെ പ്രാർത്ഥന എന്തിനെക്കുറിച്ചാണ്? എ. തൊഴിലിനെക്കുറിച്ച്, ബി. കരവിരുതിനെക്കുറിച്ച്, സി. പണിത്തരത്തിൻ്റെ രൂപഭംഗിയെക്കുറിച്ച്, ഡി. പുതിയ രൂപങ്ങളെക്കുറിച്ച്. ഉത്തരം എ. തൊഴിലിനെക്കുറിച്ച്. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തരെയും സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, കടപ്പാടോടെ ഓർത്തുകൊണ്ട് ഇനിയും നിങ്ങളുടെ സഹായം ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.